സിമ്പിൾ മല്ലു തിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റെയിനി ഡേ വ്ളോഗാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ പ്ലാൻ ചെയ്തെടുത്ത വീഡിയോ ഒന്നുമല്ല. എഴുന്നേറ്റ് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പുറത്ത് നല്ല മഴയൊക്കെ ആണല്ലോ, എന്നാൽ ഒരു റെയിനി ഡേ വ്ളോഗ് അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോയാണ്. അപ്പം ഞാൻ നേരെ കുടുവിൻ്റെ കൂടിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേക്കും അവൻ അവിടെ ചുരുണ്ടുകൂടി കിടപ്പുണ്ട്. മറ്റേ ഒരു 6-7 മണിയാകുമ്പോൾ ഞങ്ങൾ വിളിച്ചുണർത്തുന്നവനാണ്. പക്ഷെ ഇന്ന് മഴയായതുകൊണ്ട് അവനെ മടി പിടിച്ച് അവിടെ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം വെളിയിൽ വന്നിരിക്കാം എന്നൊക്കെ ഓർത്ത് സിറ്റ് ഔട്ടിൻ്റെ അവിടോട്ട് വന്ന് ഇങ്ങനെ നിന്നപ്പം എൻ്റെ പൊന്നോ, നല്ല മഴയും നല്ല കാറ്റും നല്ല തണുപ്പും ഒരു പ്രത്യേക വൈബായിരുന്നു പുറത്ത്. ഭയങ്കര കാറ്റായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ മരമൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോർച്ചിലോട്ട് നോക്കിയപ്പം അവിടെ നമ്മുടെ സ്ഥിരം ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്, പീലിയും ഷോപ്പയും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു, ഇവർ ഞങ്ങളുടെ വീട്ടിലെ അല്ല, പക്ഷെ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരതാമസമാണ് അവർ. അങ്ങനെ എന്നെ കണ്ടപ്പം അവർ എഴുന്നേറ്റതാണ്. ഞാൻ നോക്കിയപ്പം നല്ല ചുരുണ്ടുകൂടി സുഖിച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നു രണ്ടും. എന്നെ കണ്ടപ്പോൾ അവർ എഴുന്നേറ്റ് വന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെയൊക്കെ ഇങ്ങനെ വെളിയിൽ നിന്നു. പിന്നെ ഈ പോകുന്ന ആൻറ്റി ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ആൻറ്റിയാണ്. ആൻറ്റി എന്നെ കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6:30 ആകുമ്പോൾ നമ്മൾ എഴുന്നേറ്റാൽ 6:30 ആകുമ്പോൾ മീൻ വണ്ടിയും പോവും. പിന്നെ ഈ സൊസൈറ്റിയിൽ നിന്നുള്ള പാലുണ്ടല്ലോ, അതിങ്ങനെ വണ്ടിയിൽ കൊണ്ടുപോകും. ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം, ഇറങ്ങി നിന്നാൽ മതി, അവർ തരും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതുവഴി ചെരുപ്പ് വിൽക്കുന്ന വണ്ടി, പച്ചക്കറി, സ്റ്റേഷനറി സാധനങ്ങളെല്ലാം ഇങ്ങനെ വണ്ടിയെ കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് കടയിൽ പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ പൂച്ചക്കുട്ടന്മാർ രണ്ടും വെയിറ്റിംഗ് ആണ്. ഞാനകത്ത് കയറിയാലേ അവർക്ക് കയറാൻ പറ്റത്തുള്ളല്ലോ. അവരങ്ങോട്ട് കയറിയപ്പോൾ അവിടുന്ന് ഒരുത്തിന് ഇങ്ങോട്ട് ഇറങ്ങി. അവൻ ഇനിയും കുടുവിനിയും പീ ചെയ്യുന്ന സമയം. ഇതിപ്പം മഴയായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഒറ്റ ഓട്ടത്തിന് അവൻ ഒരു 4 റൗണ്ടെങ്കിലും ഈ വീടിന് ചുറ്റും കറങ്ങി ഇങ്ങനെ നടക്കും. പിന്നെ അവന് ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവനകത്തോട്ട് കയറണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. അങ്ങനെ അവനെ പുറത്ത് വിട്ടിട്ട് ഞങ്ങൾ ചായ കുടിക്കുമായിരുന്നു. ഇത് രാവിലെ പപ്പായും മമ്മി എഴുന്നേൽക്കുമ്പം അവർക്ക് കുടിക്കാനുണ്ടാക്കുമ്പം ഞങ്ങൾക്കൂടെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ. പിന്നെ രാവിലെ ഈ സമയത്തൊന്നും കഴിക്കത്തൊന്നുമില്ല, പക്ഷേ അവിടെ ഒരു ബ്രെഡ് ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് ഞങ്ങളെടുത്തും കഴിച്ചെന്നേ ഉള്ളൂ. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ പിന്നാണ്, ഇതിപ്പം ഞങ്ങൾ എഴുന്നേറ്റല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീടൊക്കെ ക്ലീൻ ചെയ്യുമായിരുന്നു, തൂത്ത് തുടച്ച്. ഇതൊക്കെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ്, ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയൊന്നും എടുക്കുന്നൊന്നുമല്ല ഇത്. ഡെയിലി ഞങ്ങൾ ഇങ്ങനെ ഇതൊക്കെ എല്ലാം ചെയ്യുന്ന, കാരണം എപ്പോഴും ഗസ്റ്റ് ഉണ്ട് ഇവിടെ, ആരെങ്കിലുമൊക്കെ എന്നും വരും. അപ്പോൾ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണമല്ലോ. അങ്ങനെ അല്ലെങ്കിലും വൃത്തിയായിട്ട് എപ്പോഴും ഇടും. അങ്ങനെ ഏകദേശം അകത്തെ വൃത്തിയാക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഡൈനിങ് ടേബിളും റൂമും എല്ലാം വൃത്തിയാക്കി. ഇനി പുറത്ത് ക്ലീൻ ചെയ്യാനുണ്ട്, പോർച്ചും സിറ്റ് ഔട്ടും മുറ്റമൊക്കെ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞങ്ങളുടെ സിറ്റ് ഔട്ടിലുള്ള കുടുവിനെ രാവിലെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പറമ്പിലുള്ള സകലമാന സാധനങ്ങളും കൊണ്ടുവന്ന് അവൻ ഇടുന്നത് ഞങ്ങളുടെ സിറ്റ് ഔട്ടിലാണ്. അങ്ങനെ സിറ്റ് ഔട്ട് വൃത്തിയാക്കി. ഈ കസേരയുടെ പുറത്ത് ഞങ്ങൾ പേപ്പർ ഇട്ടേക്കുന്നത്, അതിനകത്ത് പൂച്ചയൊക്കെ കസേരയിൽ കയറി കിടക്കും. കൂട്ടുകാരനെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കൂട്ടിക്കിടക്കുന്ന കൂട്ടുകാരനെ വിളിച്ച് ഇവർ രണ്ടും ഭയങ്കര കമ്പനിയാണ്. അപ്പം ഇവനെ പുറത്ത് വിട്ടപ്പോൾ, കുടുവിനെ പുറത്ത് വിട്ട് കഴിഞ്ഞപ്പോൾ മഴയത്ത് കിടന്ന് മണ്ണിനകത്ത് കിടന്ന് കളിച്ച് ദേഹം മുഴുവൻ അഴുക്കാക്കിയപ്പോൾ വഴക്ക് പറഞ്ഞ് ഞങ്ങൾ കൂട്ടിനകത്ത് തിരിച്ചു കൊണ്ടിട്ടതിന് സങ്കടപ്പെട്ട് കിടക്കുന്ന സീനാണ്. അങ്ങനെ രാവിലത്തെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ചായ അനത്തി ഏലക്കൊക്കെ ഇട്ടു, ചായപ്പൊടിയൊക്കെ ഇട്ടു. ഈ ചായപ്പൊടി, ഞങ്ങൾ ചായപ്പൊടിയെല്ലാം കട്ടപ്പനയെന്ന്, ചേച്ചി കട്ടപ്പനയാണ്. അപ്പോൾ ചേച്ചി വരുമ്പോൾ അവിടുന്ന് നല്ല തേയിലയും ഏലക്കായും മറ്റേ ഗ്രാമ്പൂ അങ്ങനത്തെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവരും. ചേച്ചിയുടെ മക്കളാണെങ്കിൽ അവരിങ്ങോട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കും അവരുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഗ്രാമ്പൂവിൻ്റെ മരമുണ്ട്. ആ മരത്തിൽ നിന്ന് വീഴുന്ന ഗ്രാമ്പൂ എല്ലാം പെറുക്കി ശേഖരിച്ച് വെക്കും. എന്നിട്ടത് ഉണക്കി ഇങ്ങോട്ട് വരുന്ന സമയമാകുമ്പോഴത്തേനും അതൊരു കുപ്പിക്കകത്താക്കി ഇവിടെ കൊണ്ടുവരും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇന്ന് ഞങ്ങൾക്ക് നൂൽപുട്ടും മുട്ടക്കറിയായിരുന്നു. അടിപൊളിയായിരുന്നു. നൂൽപുട്ട് നല്ല പഞ്ഞി പോലത്തെ നൂൽപുട്ടും മുട്ടക്കറി. ഞങ്ങൾ നൂൽപുട്ടെന്ന് പറയുന്നത് ഇടിയപ്പത്തിനാണ് കേട്ടോ. സൂപ്പർ, നല്ല മുട്ടക്കറി അല്ലേ? മുട്ടക്കറി അടിപൊളിയാണ്, നൂൽപുട്ട് നല്ല സോഫ്റ്റ് തന്നെ തിന്നാൻ. ഞങ്ങളുടെ കിട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഒരു പിടി പിടിച്ചേ. ചായ കുടിക്കാം. അപാര ബിൽഡപ്പൊക്കെ കൊടുത്ത് ചായ ഉണ്ടാക്കിയെങ്കിലും സാധനം കൊള്ളത്തില്ലായിരുന്നു. അല്ലേ, ശരിയാ, കൊള്ളത്തില്ല. പാലില്ലായിരുന്നു, പാല് ഇച്ചിരി ഉള്ളായിരുന്നു. രസമില്ല, ഇച്ചിരി മധുരം കൂടിപ്പോയി. ഇനി നമ്മൾ രാവിലെ
പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിൽ കയറി ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ഉണ്ടാക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. കഴിഞ്ഞ ദിവസത്തെ ആ ഇലയപ്പത്തിന്റെ കേടങ്ങ് മാറി. അപ്പോൾ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ ബൈ. കഴിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചും കഴിഞ്ഞ് വന്നിട്ട് ഇനി വീഡിയോ എടുക്കത്തുള്ളൂ. ഓക്കെ ഗൈസ്. റെഡി 1 2 3. റെഡി 1 2 3. സ്റ്റാർട്ട് അല്ല അല്ല ക്ലോസ് ചെയ്യുന്ന അല്ലേ? അപ്പൊ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ബൈ. അയ്യോ എന്റെ ചായ ചെറിയ കപ്പ അതിനകത്തുനിന്ന് ഞാൻ എൻ്റെ കണ്ണങ്ങോട്ട് വെട്ടിയ സമയത്ത് അവളുടെ കിറ്റിയുടെ സ്വഭാവം ഇതാ ഇവിടെ സ്വഭാവം അടുത്തൊന്നും വെച്ചിട്ട് വന്നിട്ട് കഴിച്ചു കഴിഞ്ഞു. ഒട്ടും വിശപ്പില്ലായിരുന്നു ഗൈസ്. നോക്ക്, ഒരു കറിവേപ്പില ബാക്കി വെച്ചിട്ടുണ്ട്. അതാ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇവന്റെ ദേഹത്തെ അഴുക്കുണ്ട്. ചെളിക്കാത്രയും തന്നെ തോന്നിങ്ങ് കേറി അടക്കിടക്ക് കണ്ടോ കണ്ടോ. ഇവനെ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ കുളിപ്പിച്ച് വൃത്തിയാക്കി നിർത്തിയതാ. എന്നിട്ട് രാത്രിയായപ്പോൾ മഴയായിരുന്നല്ലോ, ഏതോ ചെളിക്കകത്ത് പോയി ഉരുണ്ടതാ, മുഴുവൻ അഴുക്കാക്കിക്കൊണ്ടാക്കി കയറി വന്നേ. അപ്പോൾ ആ കാലും വെച്ച് അകത്ത് കയറണ്ടെന്ന് വിചാരിച്ച് ഇവനെ ഞങ്ങൾ പുറത്ത് നിർത്തിയത്. പിന്നെ ഞങ്ങൾ പാത്രമൊക്കെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴുകി വെച്ചു. ഇനി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോവും. അതിനു മുന്നേ മഴയൊക്കെ കുറഞ്ഞോന്നറിയാൻ വേണ്ടി ഞാൻ വാതിലൊന്ന് തുറന്നപ്പം അവൻ വാതിൽക്ക് തന്നെ നിൽപ്പുണ്ട്. ഇവന് അകത്ത് പൂച്ചയുണ്ട്, അവൻ്റെ കൂട്ടുകാരി പൂച്ച. അപ്പോൾ അതുള്ളത് കൊണ്ടാണ് ഇവനും അകത്ത് കയറാൻ ഇഷ്ടം. അല്ലാത്തപ്പോൾ അവന് പുറത്ത് നിൽക്കുന്നതാണ് ഇഷ്ടം. ഇന്നിനും വൈകിട്ട് അവനെ കുളിപ്പിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ കയറിപ്പോയി. എൻ്റെ റൂം മേളിൽ, അപ്പം ഞാൻ അവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം എൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ബാൽക്കണിയാണ്. മഴയത്ത് ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇറങ്ങിപ്പോയത്. ഈ സമയത്ത് ഞാനും കുഞ്ഞും പപ്പായും മമ്മിയും എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയം. അങ്ങനെ പ്രാർത്ഥനയും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഗ്രേസ് അടുക്കളയിൽ വന്ന് പടവലങ്ങ തോരൻ വെച്ചു. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പടവലങ്ങ തോരനും പടവലങ്ങ മെഴുക്കുവരട്ടി. പിന്നെ മീനുണ്ടായിരുന്നു, മറ്റേത് നത്തോലിയും കേരയും ഉണ്ട്. മീൻവെട്ടാണ് ഗൈസ്. മീൻവെട്ട് സ്പെഷ്യലിസ്റ്റ് കണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ മീൻവെട്ട് സ്പെഷ്യലിസ്റ്റ്. ഇതിൻ്റെ തോലി ഞാൻ കളഞ്ഞു. തോലി ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുത്തല്ലേടാ, ഇങ്ങനെ വട്ടത്തിൽ പീൽ ചെയ്യും. ഇനിയിപ്പോൾ ആൾക്കാരെ കാണിക്കാൻ പറ്റുന്നത് ശരിയാകത്തില്ല. വേറെ അതെന്തിനാ ഇവനെ തുണ്ടെന്ന് വിളിക്കുന്നത്? തുണ്ടൻ മീനായതുകൊണ്ട്. അല്ലാതെ പിന്നെ തുണ്ടമീനെ മണ്ടമീൻ. അതൊരു മികച്ച കോമഡിയായിരുന്നു. ഞാൻ വന്ന് ഒരു കശാപ്പുകാരനായി തീർന്നിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഗൈസ്, പപ്പ കണ്ട എന്നെ ബോട്ടിക്കും. കുഞ്ഞിനെ പാടുള്ളൂ. ഇവന്റെ പാത്രം ഇല്ലേടാ, സ്റ്റീൽ പാത്രം കഴിയാനിട്ടല്ലോ. ഇവനിവിടെ ഞങ്ങളൊരു പാത്രം വരെ വെച്ചിട്ടുണ്ട്, സ്റ്റീൽ പാത്രം. നല്ല രുചിയായിരുന്നെന്ന് തോന്നുന്നു. വായക്കൂട്ട് വിടുവേ. ഇനി വാ, ഇനി വാ. ഇത് പിന്നെ ഒരു ചെറിയ അവിയൽ വെക്കാമെന്നും പറഞ്ഞ് എടുത്ത് വെച്ചതാണ്. കാരണം കുറച്ച് ദിവസം ആയ പച്ചക്കറി, അപ്പോൾ ഇത് അഴുക്കായി പോകണ്ടെന്ന് വിചാരിച്ച് പെട്ടെന്നൊരു അവിയലുണ്ടാക്കി. ഞങ്ങള് പാല് കുറ്റിടുകൊണ്ട് ചേച്ചിമാട് എന്നെ വിറ്റു. അവിയൽ വെക്കാൻ ഒത്തിരി പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികൾ വെച്ച് അവിയൽ പോലെ ഉണ്ടാക്കിയത്. ഓൾറെഡി സാമ്പാറുണ്ട്, അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവിയലങ്ങ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അന്ന് നോക്കിയിരിക്കുന്നുണ്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പ വണ്ടി കഴുകുക. എന്താ അപ്പ കഴിഞ്ഞ ദിവസം തിരിച്ചായിരുന്നല്ലോ കോവയ്ക്ക പറിച്ചപ്പോൾ. Off camera.
കുടുവാണോ കാട് വെട്ടിയത്? കുടുവാണോ കാട് വെട്ടിയേ? അന്ന കുടുവാ കാട് വെട്ടിനെ. കണ്ടോ കുടു കാട് വെട്ടിനെ കണ്ടാനോ? ഇനി വീണ്ടും പോവാ. പപ്പാടെ കൂടെ കാട് വെട്ടാൻ സഹായിക്കുന്ന കുടു. നീ ആരെയാടാ ഈ എത്തി നോക്കുന്നേ? കുക്ക ആരെയാ എത്തി നോക്കുന്നേ? ആരുമില്ല, പോയേക്ക. ഞങ്ങൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് പപ്പ പുറത്ത് പുല്ലൊക്കെ ചെത്തുമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് പുല്ല് വളർന്ന് കയറുമായിരുന്നു. അപ്പം മഴക്കാലം ആയതുകൊണ്ട് പുല്ലൊക്കെ ഒന്ന് ചെത്തുമായിരുന്നു അവിടെ. പപ്പായേ കാട് വെട്ടി ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ പുല്ല് വെട്ടിയപ്പോഴത്തേനും പപ്പ ക്ഷീണിച്ചു. ഈ ബംഗാളി ശരിയല്ല, മലയാളിയാന്ന് തോന്നുന്നു. ബംഗാളിയാണ് ഇവിടെ പണിയെടുത്തത്. ബംഗൂ മലയാളിയാണ്, ബംഗൂമല്ലു വന്നു. എന്താ പടി കടിച്ചേ? ചീഞ്ഞ കോമഡി അടിക്കാതെ. പപ്പ ഒരു ബ്രേക്കൊക്കെ എടുത്ത് കാപ്പിയൊക്കെ കുടിച്ചിട്ട് വീണ്ടും പുല്ല് ചെത്തൽ തുടങ്ങി. അപ്പോൾ അവിടെ കുഞ്ഞും പപ്പായും കൂടെ എന്തോ തമാശ പറഞ്ഞു. എന്തോ അതിനെ ഓർക്കുന്നില്ല. ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. ആ ചിരിയുടെ കാണുന്നത്. ഇത് പിന്നെ ഞാൻ പപ്പായ്ക്ക് കാപ്പി എടുത്തപ്പോൾ പപ്പായുടെ അകത്ത് ഞാൻ കുറച്ചിങ്ങോട്ട് എടുത്തായിരുന്നു എനിക്ക് വേണ്ടി. അപ്പോൾ അതിനകത്ത് മധുരം, പപ്പായ്ക്ക് മധുരം ഇടാത്തതാണല്ലോ. അപ്പം ഞാൻ ഇച്ചിരി മധുരമൊക്കെ ഇട്ട് കാപ്പി ഒരു ഇച്ചിരിയേ ഉള്ളൂ, അത് കുടിച്ചിട്ട് ബാക്കി അവിയലിനുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ച് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിയലൊക്കെ ഉണ്ടാക്കി. പെട്ടെന്ന് അരപ്പെല്ലാം കൂടി ഇട്ട് കുക്കറിനകത്ത്, സമയം പോയായിരുന്നുകൊണ്ട് കുക്കറിനകത്തിട്ട് ഒന്നുണ്ടാക്കി കടുകൊക്കെ വറുത്ത്. എനിക്കൊന്ന് അവിയലിന് എല്ലാവരും കടുകൊന്നും വറക്കത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ മീൻകറി ഇവിടെ റെഡിയാവുന്നുണ്ട്. ഇത് വറക്കാനുള്ള മീൻ. ഇത് പക്ഷേ ഞങ്ങൾ എടുത്തില്ല, ഞങ്ങൾ വൈകിട്ടാന്ന് തോന്നിയത് എടുത്തത്. ഉച്ചയ്ക്ക് നമ്മൾ മിന്നിക്കും. ഉമ്മ തന്നെ. ആ മതി മതി. ഉമ്മതാ ഉമ്മതാ ഉമ്മ ഉമ്മ ഉമ്മതാ ഉമ്മ ഉമ്മ തന്നേടാ. ഉറക്കത്തിൽ നിന്ന് എടുത്തോണ്ട് തന്നെ ഉമ്മ തന്നെ. കൂക്ക ഓ കൂട്ടുകാരിയെ കണ്ടേ. ഉമ്മടാ ഉമ്മ തന്നെ. ഉമ്മ ഉമ്മറ്റാ. ഞാൻ വാക്കു വാങ്ങിയില്ലല്ലോ നിന്നെ. ഇവളല്ലേ വാക്കു വാങ്ങിയേ? വാക്കു പാടി എപ്പോഴും വാക്കു പാടി എൻ്റെ കുന്നുമാവേ. ഞങ്ങളും കൈ പിടിച്ചേക്കുന്നുണ്ടോ? അയ്യോ ഇനി ആക്റ്റീവായി എൻ്റെ പൊന്നെ. ഇനി പിടിച്ചാ കിട്ടുക. ഉമ്മതാ ഉമ്മ ഉമ്മ തന്നേടാ. ഉമ്മ തന്നേ. ഓ ഒരാവശ്യത്തിനോട് ഉമ്മ ചോദിച്ചേ. ഉമ്മതാ ഉമ്മ ഉമ്മ. ആ വിക്കൻ ഉമ്മ. ഇവർ പിന്നെ വയറൊക്കെ നിറച്ച് കഴിച്ചിട്ട് അവരുറക്കം തുടങ്ങി. ഞങ്ങൾ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. ഞാൻ മീൻ വറുത്തില്ലെന്നായിരുന്നു പറഞ്ഞത്, പക്ഷെ വറുത്തായിരുന്നു. വോയിസ് ഓവർ കൊടുക്കാൻ ഇച്ചിരി താമസിച്ചുകൊണ്ട് മറന്നുപോയതാണ്. മീൻ കറി, പടവലങ്ങ, അവിയൽ എല്ലാം ആയിട്ട് അടിപൊളി ഊണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ടാണ് എഴുന്നേറ്റത്. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ചായ ഇടാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്കും മഴയൊക്കെ മാറി, ഒരു തെളിഞ്ഞ കാലാവസ്ഥയൊക്കെ ആയി. അങ്ങനെ പിന്നെ 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. ഇന്ന് ഞാനെന്ത് ചപ്പാത്തി ഒരെണ്ണം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചു. മീൻ കറി ഉള്ളതുകൊണ്ട് ചപ്പാത്തി നല്ല ടേസ്റ്റാണല്ലോ, ചപ്പാത്തി മീൻ കറിൻ്റെ. അപ്പോൾ അത് കഴിച്ചു. എന്നിട്ട് പിന്നെ ഇത്ര ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ബാക്കി പിന്നെ കുടുവിനെയൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാലും ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ട് അത് വേറെ ദിവസം ഇടാം. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.